അസ്സലാമു അലൈക്കും. ഹായ് ഓൾ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ നമ്മളെ വീഡിയോയിൽ നമ്മൾ ഫർള് നിസ്കാരങ്ങൾ ഖളാ ആക്കിയിട്ടുണ്ടെങ്കിലും അതുപോലെ നിസ്കാരം കളഞ്ഞിട്ടുണ്ടെങ്കിലും കിട്ടുന്ന ശിക്ഷകളെ കുറിച്ചിട്ടാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പറഞ്ഞത് എന്താണ് നിസ്കാരം, എന്തിനാണ് നമ്മൾ നിസ്കരിക്കുന്നത്, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ വീഡിയോ കാണാത്തവർ അതൊന്ന് കണ്ടു നോക്കണേ. നമ്മൾ പ്ലേലിസ്റ്റിൽ ഹൗ ടു ഗെറ്റ് ക്ലോസർ ടു അള്ളാ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലേലിസ്റ്റ് ആക്കിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. നമുക്കൊക്കെ അറിയാം നിസ്കാരത്തിന് എത്രത്തോളം ഇമ്പോർട്ടൻസ് ആണ് ഉള്ളതെന്ന്. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ അത് വീണ്ടും ആവർത്തിച്ച് പറയുന്നില്ല. ചില ദിവസങ്ങളിൽ ചില ആളുകളൊക്കെ നിസ്കാരം മനഃപൂർവ്വം ഉപേക്ഷിക്കുന്നവരുണ്ടാവും. അതല്ലെങ്കിൽ നിസ്കരിക്കാനുള്ള സമയമാണ് എന്നുള്ളത് അറിഞ്ഞിട്ടും മനഃപൂർവ്വം ഖളാ ആക്കുന്നവരുണ്ടാവും. നമ്മൾ മനഃപൂർവ്വം ഏതെങ്കിലും നിസ്കാരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ അത് ഖളാ ആക്കിയിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു പാപമായിട്ടാണ് കണക്കാക്കുന്നത്. അതേപോലെ തന്നെ ആ വ്യക്തിയുടെ പേര് നരകത്തിൻ്റെ കവാടത്തിൽ എഴുതപ്പെടും എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുള്ളത്. മാത്രമല്ല, ഏതെങ്കിലും ഒരു വ്യക്തി കാരണങ്ങളൊന്നുമില്ലാതെ നിസ്കാരം ഉപേക്ഷിക്കുകയോ അല്ലെങ്കിൽ ഖളാ ആക്കുകയോ ചെയ്തിട്ട് ആ നിസ്കാരം ഖളാ വീട്ടിയിട്ടുണ്ടെങ്കിൽ ആ ഖളാ വീട്ടി നിസ്കരിച്ച വ്യക്തി ഏകദേശം 2,28,00,000 വർഷം നരകശിക്ഷ അനുഭവിക്കേണ്ടി വരും എന്നാണ് പറയുന്നത്. ഓർക്കണം, നിസ്കാരം ഖളാ വീട്ടി നിസ്കരിച്ച വ്യക്തിയുടെ ശിക്ഷയെക്കുറിച്ചിട്ടാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. അപ്പോൾ നിസ്കരിക്കാത്ത ആളുകളുടെ ശിക്ഷ എത്രത്തോളം കഠിനമായിരിക്കും. നിസ്കരിക്കാൻ മടി തോന്നുമ്പോൾ ഈ ഒരു കാര്യം എപ്പോഴും നമ്മൾ ചിന്തിക്കുക. ഇനി നിസ്കാരം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കറിയാം 5 വഖത്ത് നിസ്കാരമാണ് നമുക്കുള്ളത്. ആ 5 വഖത്ത് നിസ്കാരങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കുണ്ടാകുന്ന നഷ്ടങ്ങൾ എന്തൊക്കെയെന്നുള്ളത് പറയാം. ഏതെങ്കിലും ഒരു വ്യക്തി സുബ്ഹ് നിസ്കാരം കളഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളുടെ മുഖത്തിൻ്റെ പ്രകാശം നഷ്ടപ്പെടും, അതായത് ഈമാനിൻ്റെ ഒരു വെളിച്ചം നഷ്ടപ്പെടും. ഇനി ളുഹർ നിസ്കാരം ഉപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ സമ്പാദ്യം നഷ്ടപ്പെടും. അസ്ർ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ ആരോഗ്യം നഷ്ടപ്പെടും. മഗ്‌രിബ് നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ മക്കൾ ഗുണം ചെയ്യില്ല. ഇശാ നിസ്കാരം നഷ്ടപ്പെടുത്തിയാൽ മനസ്സമാധാനം നഷ്ടപ്പെടും. അപ്പോൾ ഇതൊക്കെയാണ് നമുക്കുണ്ടാവുന്ന നഷ്ടങ്ങൾ. ഇനി ഓരോ നിസ്കാരം നമ്മൾ കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന ശിക്ഷകൾ എന്തൊക്കെയെന്നുള്ളതാണ് പറയുന്നത്. അതിൽ ഒന്നാമത്തെ ശിക്ഷ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. നമ്മളെ ജോലിയിലും ഭക്ഷണത്തിലും ആരോഗ്യത്തിലും ഒക്കെ ബർക്കത്ത് നഷ്ടപ്പെടും. രണ്ടാമത്തേത് നമ്മളെ മുഖത്തെ ഈമാനിൻ്റെ വെളിച്ചം നഷ്ടപ്പെടും. നിങ്ങൾ 5 വഖത്ത് നിസ്കാരം കറക്റ്റായിട്ട് നിസ്കരിക്കുന്നവരുടെ മുഖം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ചില ആളുകളൊക്കെ അധികം സൗന്ദര്യമോ അല്ലെങ്കിൽ കളറോ ഒന്നുമില്ലെങ്കിലും ആ മുഖം ഒരു പ്രത്യേക ഭംഗിയായിരിക്കും. മുഖത്ത് നല്ലൊരു പ്രകാശമുള്ള പോലെ നമുക്ക് ഫീൽ ചെയ്യും. അതല്ല, നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തികളാണെങ്കിൽ എത്ര വെളുത്തിട്ടും സൗന്ദര്യമുള്ള ആളാണെങ്കിലും അവരെ മുഖത്ത് നോക്കുമ്പോൾ ഒരു ഐശ്വര്യം ഇല്ലാത്ത പോലെ നമുക്ക് തോന്നും. അപ്പോൾ അതാണ് ഈമാനിൻ്റെ വെളിച്ചം എന്ന് പറയുന്നത്. മൂന്നാമത്തെ ശിക്ഷയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്നവരെ ദാഹിച്ചു വലഞ്ഞവനായിട്ട് റൂഹ് പിടിക്കപ്പെടും. നാലാമത്തെ ശിക്ഷ നല്ല ശക്തിയായി ആ വ്യക്തിയുടെ റൂഹ് പിടിക്കപ്പെടും. അതായത് നിസ്കരിക്കാത്ത വ്യക്തികൾക്ക് മരണവേദന കഠിനമായിരിക്കും എന്നാണ് പറയുന്നത്. അഞ്ചാമത്തെ ശിക്ഷ ആ വ്യക്തിയുടെ ഖബറിൽ വെളിച്ചമുണ്ടാവില്ല, ഇരുട്ടുകൊണ്ട് നിറയും. ആറാമത്തേത് ഖിയാമത്ത് നാളിൽ അവരോടുള്ള വിചാരണ വളരെ കഠിനമായിരിക്കും. ഏഴാമത്തേത് അള്ളാഹുവിൻ്റെ ദേഷ്യത്തിനും അതുപോലെ അള്ളാഹു നോക്കാൻ ഇഷ്ടപ്പെടാത്തവരുടെ കൂട്ടത്തിലും ആവാൻ കാരണമാവും. എട്ടാമത്തേത് നിസ്കാരം ഉപേക്ഷിച്ച വ്യക്തികൾ നരകത്തിലായിരിക്കും പ്രവേശിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നിസ്കാരം ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്കുള്ള ശിക്ഷകൾ. ഇതുമാത്രമല്ല, ഇനിയും ഒരുപാട് ശിക്ഷകളുണ്ട്. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഷെയർ ചെയ്തിട്ടുള്ളൂ. അപ്പോൾ നിസ്കരിക്കാൻ മടി തോന്നുന്ന സമയത്തൊക്കെ ഈ ശിക്ഷകളെക്കുറിച്ച് ഓർത്താൽ തന്നെ ആ മടിയൊക്കെ മാറിക്കിട്ടും. നിസ്കരിക്കാൻ വേണ്ടിയിട്ട് നമുക്കാകെ 5-10 മിനിറ്റേ ആവശ്യമുള്ളൂ. 24 മണിക്കൂറിൽ ഈ കുറച്ച് സമയം നമ്മൾ നിസ്കാരത്തിന് വേണ്ടിയിട്ട് മാറ്റി വെക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ ശിക്ഷകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷപ്പെടാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുള്ളായിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഹെൽപ്ഫുള്ളായി എന്ന് തോന്നുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് ഇനിയും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം.